നമസ്കാരം. മലയാളത്തിൽ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്നൊരു സിനിമ ഇറങ്ങുകയുണ്ടായി. വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയതാണ്. വളരെ മനോഹരമായ ഒരു ചിത്രം. സമകാലീന കേരളത്തിൻ്റെ വ്യഥകൾ ചർച്ച ചെയ്യുന്ന ചിത്രമായിരുന്നു അച്ഛൻ ഉറങ്ങാത്ത വീട്. സലീം കുമാർ അതിമനോഹരമായി അഭിനയിച്ച ഒരു സിനിമ കൂടിയാണ് ഇത്. ഇപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവസ്ഥയും ഇപ്പോൾ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന സിനിമയുടെ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അഥവാ അച്ഛനായ വീണാ വിജയന്റെ അച്ഛനായ പിണറായി വിജയന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയൻ ഉറങ്ങുന്നില്ല. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്നുള്ളതായി മാറിയിരിക്കുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്. സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുന്ന വീണാ വിജയൻ എവിടെയാണ് എന്നുള്ളതിന് യാതൊരു വിവരവും ഇല്ല എന്ന് തന്നെയാണ് കേരളത്തിലെ അധികൃതമായ ഏജൻസികളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജിയുമായി പോവുകയുണ്ടായി. എന്നാൽ ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ കർണാടക ഹൈക്കോടതി വീണാ വിജയന്റെ ഹർജി തള്ളി. സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരാമെന്നും വീണാ വിജയനെയും എക്സാലോജിക് എന്ന സ്ഥാപനത്തെയും അന്വേഷണ വിധേയമാക്കുവാനും ചോദ്യം ചെയ്യുവാനും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ല എന്ന് കർണാടക ഹൈക്കോടതി നിരീക്ഷിക്കുകയായിരുന്നു, ഉത്തരവിടുകയായിരുന്നു. ഇതേ തുടർന്ന് ഏത് നിമിഷവും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥർ തന്നെയും തന്റെ സ്ഥാപനത്തിലേക്കും എത്തും എന്ന് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ തന്റെ താമസ സ്ഥലത്തേക്ക് എത്തും എന്ന് മനസ്സിലാക്കിയ വീണാ വിജയൻ ഒളിവിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് പരക്കെ ഉയർന്ന വർത്തമാനങ്ങൾ. എന്നാൽ അതിനാടകീയമായ മുഹൂർത്തങ്ങൾക്ക് ശേഷം 2-3 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെ വീണാ വിജയൻ ചെന്നൈയിലുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അക്ഷരാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അച്ഛനുറങ്ങാത്ത വീടിലെ കേന്ദ്ര കഥാപാത്രമായ സലീം കുമാറിന്റെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ഏറ്റവും വലിയ ദൗർബല്യം മകൾ തന്നെയാണ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ വീണാ വിജയൻ എന്ന തന്റെ മകൾക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം ഭരണതലത്തിലുള്ള തന്റെ സ്വാധീനം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിലകൊണ്ടത് എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഉയർത്തുന്ന ആരോപണങ്ങൾ. എന്നാൽ CMRL എന്ന കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ മാസപ്പടിയായി വീണാ വിജയൻ വാങ്ങി എന്നുള്ള ഒരു ആരോപണത്തിലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു കണ്ടെത്തലിലാണ് ഇപ്പോൾ വീണാ വിജയനിലേക്ക് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണമായി കടന്നു വരുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായി ആരും ആരോപിച്ച ഒരു കുറ്റമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായി ആരും നൽകിയ കേസല്ല. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ്, അവരുടെ ഉത്തരവിലാണ് വീണാ വിജയൻ CMRL നിന്നും 1,72,00,000 രൂപ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് സേവന വേതന വ്യവസ്ഥ പ്രകാരം കൈപ്പറ്റി എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഈ ഇടപാട് നടത്തിയിരിക്കുന്നത്. എന്നാൽ സേവന വേതന വ്യവസ്ഥ പ്രകാരമല്ല ഈ ഇടപാട് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി സോഫ്റ്റ്വെയർ സൗകര്യങ്ങളാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സഹായങ്ങളാണ് മറ്റു കമ്പനികൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നാൽ കരിമണൽ ഖനന കമ്പനിയായ CMRL വീണാ വിജയൻ പറയുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള സോഫ്റ്റ്വെയറിന്റെ സേവനങ്ങളും അവിടെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ തീർച്ചയായും വീണാ വിജയൻ പെടും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ നടന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം, അതായത് ROCയുടെ അന്വേഷണത്തിൽ വീണാ വിജയനും എക്സാലോജിക്കും എന്ന കമ്പനിയിൽ നിന്നും കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമാവാത്തതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം അവരിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ എക്സാലോജിക് എന്ന കമ്പനി നഷ്ടത്തിലാണ്, അതുകൊണ്ട് കമ്പനിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തുന്നു എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് വീണാ വിജയൻ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വീണാ വിജയനിലേക്കോ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കോ അന്വേഷണമായി എത്തുവാൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് യാതൊരു തടസ്സമല്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് എടുത്തു പറയാൻ കഴിയുന്ന വസ്തുത. ഇതിനു പുറമെയാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം മാത്രം കൊണ്ട് വീണാ വിജയന്റെ കമ്പനിയിൽ നടന്നിരിക്കുന്ന ഈ ഇടപാടുകൾ, അതായത് ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി പുറത്തു വരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്തിടെ BJPയിലേക്ക് ചേക്കേറിയ PC ജോർജിന്റെ മകൻ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ BJPയിൽ
അംഗത്വമെടുത്ത ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു പരാതി നൽകുകയുണ്ടായി. വീണ വിജയന്റെ മാസപ്പടി വിവാദം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ആ ഹർജിയിൽ ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന്റെ താൽപര്യപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ വിജയനിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ വിജയനിലേക്കും എക്സാലോജിക്കിലേക്കും അന്വേഷിക്കാൻ എത്തുന്നു എന്നറിഞ്ഞ നാൾ മുതൽ തന്നെ പിണറായി വിജയന്റെ ഉറക്കം നഷ്ടപ്പെടുകയായിരുന്നു. അന്നു മുതൽ ക്ലിഫ് ഹൗസ് അച്ഛനുറങ്ങാത്ത വീടായി മാറുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന സംസാരങ്ങൾ. പിണറായി വിജയന്റെ സാമ്പത്തിക ഭദ്രത കൊണ്ടോ അല്ലെങ്കിൽ സ്വാധീനം കൊണ്ടോ ഒരു കാരണവശാലും മകളെ രക്ഷിച്ചെടുക്കാനാവാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ സങ്കീർണതയിൽ ആഴ്ത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പിണറായി വിജയൻ പ്രതി എന്നാരോപിക്കപ്പെടുന്ന ലാവ്ലിൻ കേസ് ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ 37 പ്രാവശ്യത്തിലധികം മാറ്റിവെക്കാൻ സാധിച്ച പിണറായി വിജയന് തന്റെ മകളുടെ പേരിൽ നടക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും ഇതുപോലെ തേച്ചുമാറ്റി കളയുവാൻ അല്ലെങ്കിൽ നീക്കിവെക്കുവാൻ അനന്തമായി നീട്ടിവെക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ പിണറായി വിജയന്റെ അത്തരം ധാരണകളെല്ലാം വെള്ളത്തിലായിരിക്കുന്നു. കാരണം യാതൊരു തരത്തിലുമുള്ള സ്വാധീനത്തിന് വഴങ്ങാത്ത അരുൺ പ്രസാദ് എന്ന കറകളഞ്ഞ ഉദ്യോഗസ്ഥനും അദ്ദേഹത്തെ പോലെ നിരവധി ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംഘം തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ സംഘത്തിലുള്ളത് എന്നുള്ളതാണ് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കുന്ന വിവരം. മുൻ കേന്ദ്രമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്ന ചിദംബരത്തെയും ചിദംബരത്തിന്റെ മകൻ കാർത്തിക് ചിദംബരത്തെയും തീഹാർ ജയിലിൽ കിടത്തുന്നതിന് വേണ്ടി അരുൺ പ്രസാദ് എന്ന ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇത് തന്നെയാണ് പിണറായി വിജയനെയും ഞെട്ടിക്കുന്നത്. പ്രമാദമായ ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന ചിദംബരത്തിന്റെ മകനെയും കാർത്തിക് ചിദംബരത്തെയും തീഹാർ ജയിലിൽ കിടത്തുവാൻ പോകുന്നത്ര ആർജവം കാണിച്ച ഉദ്യോഗസ്ഥനാണ് വീണ വിജയൻ ഉൾപ്പെട്ടിരിക്കുന്ന ഈ കേസിൽ അന്വേഷിക്കാനെത്തുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ചുമതലയുള്ള ആൾ എന്നറിയുമ്പോൾ പിണറായി വിജയന്റെ ഉറക്കം അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെടുകയായിരുന്നു. ആര് വിചാരിച്ചാലും ഇനി നിയമത്തിന്റെ മുൻപിൽ നിന്നും വീണ വിജയനെ അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും വീണ വിജയനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് പിണറായി വിജയന്റെ ഉറക്കം കെടുത്തുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. യാതൊരു സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത ഒരു ഏജൻസി, വേണ്ടി വന്നാൽ കുറ്റക്കാര് എന്ന് കാണുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുവാൻ പോലും അധികാരമുള്ള ഒരു ഏജൻസി, ഇവരിൽ നിന്നും ഒരു തരത്തിലും മകളെ രക്ഷിച്ചെടുക്കാനാവില്ല എന്ന വേപത കൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വസ്തുത. കർണാടക ഹൈക്കോടതിയിൽ നിന്നും വീണ വിജയന്റെ സ്റ്റേ ഹർജി തള്ളിയതിനെ തുടർന്ന് വീണ വിജയൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വീണ വിജയന്റെ തൊട്ടു പുറകെ ഉണ്ട് എന്നുള്ള വിവരം തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ നിയമവൃത്തങ്ങളിൽ നിന്ന് കിട്ടിയ ഉപദേശത്തെ തുടർന്ന് വീണ വിജയനെ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ ഉയർത്തുന്ന ആരോപണം. അതെന്ത് തന്നെയായാലും കർണാടക ഹൈക്കോടതി വീണ വിജയന്റെ ഹർജി തള്ളിയതിനെ തുടർന്ന് വീണ വിജയൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ നാടകീയമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നാടകീയ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ചെന്നൈയിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ തന്റെ അഭിഭാഷകനുമൊത്ത് വീണ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ വിജയനെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കിംവദന്തികൾ കൂടി പരക്കുമ്പോൾ പിണറായി വിജയന്റെ ഉറക്കം ഇനിയും നഷ്ടപ്പെടുവാൻ തന്നെയാണ് സാധ്യത. അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിന് നിദാനമായിരിക്കുന്ന CMRൽ നിന്ന് 1,72,00,000 രൂപ വീണ വിജയൻ വാങ്ങി എന്നുള്ള ഈ കേസ് 1,72,00,000 രൂപയുടെ മാത്രം ഇടപാടല്ല, മറിച്ച് 135 കോടി രൂപയുടെ പ്രത്യക്ഷത്തിലുള്ള ഇടപാടുകൾ തന്നെയാണ്, അഴിമതികൾ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഷോൺ ജോർജ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആരോപിക്കുന്നത്. അവർ അതിന് കൃത്യമായ രീതിയിലുള്ള രേഖകളും ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഈ വിവരം തന്നെയാണ് മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസിന്റെ MLAയും നിയമസഭയിൽ പറഞ്ഞത്. കേവലം 1,72,00,000 രൂപയുടെ ഇടപാടല്ല വീണ വിജയൻ നടത്തിയിരിക്കുന്നത്, ഏതാണ്ട് 135 കോടി രൂപയുടെ ഇടപാട് തന്നെയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടാണ് ഇവരിലൂടെ നടന്നിരിക്കുന്നത്. ഇതിന്റെ സിംഹഭാഗവും പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കും വീണ വിജയനിലേക്കും തന്നെയാണ് എന്നുള്ളതാണ് മാത്യു കുഴൽനാടനും ആരോപണമായി ഉയർത്തിയത്. യഥാർത്ഥ പ്രതി വീണ വിജയനല്ല, അത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ഈ അടുത്തിടെ കൂടി വ്യക്തമാക്കിയത്. അതായത് വീണ വിജയൻ
സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ചോദ്യം ചെയ്യാനിരിക്കുകയും അവരുടെ ഉത്തരങ്ങൾക്ക് കൃത്യമായ രീതിയിൽ വീണ വിജയൻ മറുപടി പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് തൃപ്തികരമായ രീതിയിൽ വീണ വിജയൻ മറുപടി കൊടുക്കാതിരിക്കുകയും മറുപടിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് കാണുകയും ചെയ്താൽ തീർച്ചയായും അവർ വീണ വിജയനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ വിജയൻ അറസ്റ്റിലാവുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് എത്തുന്നതിനുള്ള ഒരു ഏണിയായി മാറും, അഥവാ മുഖ്യമന്ത്രിയിലേക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാരിന്, അതായത് KSIDC എന്ന സ്ഥാപനത്തിന് 13% ഓഹരി CMRL ഉണ്ട് എന്നുള്ളതിനാൽ CMRL എക്സിക്യൂട്ടീവ് ബോർഡിൽ സംസ്ഥാന സർക്കാരിന്റെ 4 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതിനാൽ CMR നടത്തിയിരിക്കുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും അറിയാം എന്നിരിക്കെ സർക്കാരിന്റെ പ്രതിനിധികൾ കൂടി അടങ്ങിയ ഈ ക്രമക്കേടിന് മുഖ്യമന്ത്രി കൂടി ഉത്തരവാദിത്തം പറയേണ്ടതായി വരും. അതിനാൽ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മുഖ്യമന്ത്രിയിലേക്കും എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഫലത്തിൽ വീണ വിജയനെ ഏതെങ്കിലും തരത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയിലേക്കും എത്താനുള്ള ഒരു മാർഗമായി മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് CPM തിരക്കിട്ട ചർച്ചയിൽ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, വീണ വിജയന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് അത് വലിയ നാണക്കേടാവും. മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന് രാജിവെക്കേണ്ടതായി വരികയാണെങ്കിൽ തീർത്തും CPMന്റെ മന്ത്രിസഭയ്ക്ക് അത് വലിയ ക്ഷീണമാകും. അതുകൊണ്ട് തന്നെ തിരക്കിട്ട രീതിയിൽ ഇനി ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള വരെയുള്ള ചർച്ചകൾ CPMൽ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ഫലത്തിൽ മുഖ്യമന്ത്രിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അച്ഛനുറങ്ങാത്ത വീട് ആയി മാറിയിരിക്കുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ, അല്ലെങ്കിൽ വരും നാളുകളിൽ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം അറിയാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറേണ്ടി വരും എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രിക്കും കേരളത്തിലെ CPM മന്ത്രിസഭയ്ക്കും നാണക്കേടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. അതെന്തായാലും അത്തരത്തിലൊരു നീക്കം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ അറിയാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നാളുകൾ ഏറെയായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരളത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. അത് വീണ വിജയനിലേക്കും വീണ വിജയന്റെ എക്സാലോജിക്കലിലേക്കും എത്തുന്നു എന്നറിഞ്ഞ നാൾ മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഉറക്കം നഷ്ടമായിരിക്കുന്നു. ഇനിയും മുഖ്യമന്ത്രിയുടെ ഉറക്കം നഷ്ടപ്പെടുവാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് നിലവിലെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അച്ഛനുറങ്ങാത്ത വീടായി മാറിയിരിക്കുന്നു കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്.